രണ്ടു കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുക എന്നുള്ളത് നമുക്കെല്ലാം വലിയ സംഭവമായി തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെയും തലച്ചോറിൻ്റെയും ആരോഗ്യത്തിന് ഇതൊട്ടും നല്ലതല്ല. രണ്ടു കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ ബ്രെയിനിന് ഓവർലോഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഓവർലോഡ് കാലങ്ങളായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബ്രെയിൻ ഫോഗ് ഉണ്ടാവും. ബ്രെയിൻ ഫോഗ് എന്തെന്ന് വെച്ചാൽ നമ്മളെല്ലാം സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം മറന്നു പോകുന്നു. പെട്ടെന്ന് അയ്യോ ഞാൻ മറന്നു എന്ന് പറയുന്നില്ലേ, ഇത് ബ്രെയിൻ ഫോഗിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. ഇങ്ങനെ ബ്രെയിൻ ഫോഗ് രൂപപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടി ടാസ്കിങ് എന്ന പരിപാടി നിർത്തണം. രണ്ടു പരിപാടികൾ, ഒരാളോട് സംസാരിക്കുന്നു അതേസമയം ഫോണിൽ നോക്കുന്നു, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ. ഡ്രൈവിങ്ങിനിടയിൽ മ്യൂസിക് കേൾക്കുക എന്നുള്ളത് ഇത്രത്തോളം വലിയ മൾട്ടി ടാസ്കിങ് പ്രശ്നമല്ല. കാരണം ഇതിൽ രണ്ട് തരത്തിലുള്ള ന്യൂറോ പാത്വേകളാണ് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും ഡ്രൈവിങ്ങിൽ വിഷ്വൽ മെമ്മറിയാണ് ഉപയോഗിക്കുന്നത്. ഒരു മ്യൂസിക് കേൾക്കുകയാണെങ്കിൽ അത് ഓഡിയോയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ഒരു മൾട്ടി ടാസ്കിങ് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ ഫോണിൽ വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ സംസാരിക്കുക അതേസമയം ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് തീർത്തും അസാധ്യമാണെന്നാണ് പറയുന്നത്. ഒന്നുകിൽ നമുക്ക് സംസാരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല, അതല്ലെങ്കിൽ ഡ്രൈവിങ്ങിൽ. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്നിരിക്കട്ടെ, എന്നാൽ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ബ്രെയിനിനും ലോങ് ടേമിൽ ഇത് വളരെ ദോഷകരമാണ്. നിങ്ങൾ ഒറ്റ കാര്യം ഓർത്താൽ മതി, ബ്രെയിൻ ഫോഗ്. നിങ്ങൾക്ക് ബ്രെയിൻ ഫോഗിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കരുതിയിരിക്കുക, മൾട്ടി ടാസ്ക് ഉപേക്ഷിക്കുക.